ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. 4 ഓപ്പറേഷൻസ് ആണ് ഇതിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ അഡിഷൻ. അഡിഷൻ എന്താ? അഡിഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ ഓഫ് 2 or more നമ്പേഴ്സ്. രണ്ടോ അതിലധികമോ നമ്പേഴ്സിൻ്റെ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അഡിഷൻ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് 5 ആപ്പിൾസ് ആൻഡ് ബൈ 3 more, ഹൗ ഡു യു ഹാവ്? ഓക്കെ, ആദ്യം 5 ആപ്പിൾസ് ഉണ്ട്, പിന്നെ അഗെയിൻ 3 കൂടെ വാങ്ങുന്നു. അപ്പോൾ ടോട്ടൽ എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ 5ഉം പിന്നീട് വാങ്ങിക്കുന്നു 3യും. അപ്പോൾ 5 + 3 8 ആണ് ആൻസർ വരുന്നത്. ഇവിടെ നമുക്ക് 1 ഡിജിറ്റ് നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നോക്കാം. (32 + 44). ഓക്കെ, 32ഉം 44ഉം 2 ഡിജിറ്റ് നമ്പേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 32ൽ വൺസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ്? 2. 44ൽ വൺസിൻ്റെ പ്ലേസിൽ 4 ആണ്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്. 2 + 4, ആൻസർ 6. 3 + 4, 3 ആണ് ടെൻസിൻ്റെ പ്ലേസിൽ 32ൽ, 44ൽ ടെൻസിൻ്റെ പ്ലേസിൽ 4 ആണ്. അപ്പോൾ 3 + 4 7, 76 ആണ്. ഇനി ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇവിടെ ഞാനൊരു 2ഉം ഇവിടെ ഒരു 1ഉം കൊടുക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക 100ൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 2ഉം 1ഉം 3 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ക്യാരി ഓവർ ഉള്ള അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 45 + 27. ഓക്കെ, അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 5ഉം 27ൽ വൺസിൻ്റെ പ്ലേസിൽ 7 ആണ്. അപ്പോൾ 5 + 7 എന്ത് വരും? ആൻസർ 12 എന്ന് വരും. അപ്പോൾ 12 വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു 2 ഡിജിറ്റ് നമ്പറാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 മാത്രം എഴുതുന്നു, ബാക്കി 12ലെ 2 മാത്രം എഴുതുന്നു. ബാലൻസ് ഉള്ള 1 നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സിൽ ക്യാരി ഓവറായി കൊടുക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരി ഓവറായിട്ടുള്ള 1 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 1 + 4 + 2, ആൻസർ 7 വരും. ഓക്കെ, അപ്പോൾ ക്യാരി ഓവർ കൊടുക്കുന്ന അഡീഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാത്ത ഡയറക്റ്റ് ആയിട്ടുള്ള അഡീഷൻ ചെയ്യേണ്ടതാണ് ആദ്യം കാണിച്ചു തന്ന മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു നമ്പറിൽ നിന്നും വേറൊരു നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുകയാണ്, മൈനസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ സബ്ട്രാക്ഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ റിമൂവ് ചെയ്യുന്ന നമ്പറും ഏത് നമ്പറിൽ നിന്നാണോ നമ്മൾ റിമൂവ് ചെയ്യണത് ആ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, എക്സാമ്പിൾ, യു ഹാവ് 10 rupees ആൻഡ് സ്പെൻഡ് 4 rupees, ഹൗ മച്ച് ഈസ് ലെഫ്റ്റ്? 10 rupees ഉണ്ട്, പിന്നെ അതിൽ നിന്ന് 4 രൂപ നിങ്ങൾ ചിലവാക്കുന്നു. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 10 - 4 = ആൻസർ 6 ആണ്. അതായത് 10ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, 8 - 4 1 ഡിജിറ്റ് നമ്പറാണ്, നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്യാം. 8 - 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4 തന്നെ കിട്ടും. ഇനി ബോറോ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 32 - 14. ഓക്കെ, 14 2 ആണ്. 2വിൽ നിന്ന് നമുക്ക് 4 മൈനസ് ചെയ്യാൻ പറ്റുമോ? നോക്ക്, 1 2. 2വിൽ നിന്ന് നമുക്ക് 4 നമ്പേഴ്സ് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പറിൽ നിന്നും ഒരു 1 നമ്മൾ അവിടെ നിന്ന് ബോറോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ നമുക്ക് 2 ഉണ്ട്, പിന്നെ ഇവിടെ നിന്ന് ഈ 3ൻ്റെ പ്ലേസിൽ നിന്ന് നമ്മൾ 1 ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 12 ആവും. 3ൽ നിന്ന് 1 കൊടുക്കുന്ന സമയത്ത് ബാക്കി ഇനി ഇവിടെ എത്രയുണ്ട്? 2 ആണുള്ളത്. ഓക്കെ, അപ്പോൾ 12 - 4 ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 8. 2 - 1 ചെയ്യുന്ന സമയത്ത് ആൻസർ 1. സോ 18 ആണ് ആൻസർ വരിക. ബോറോ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ. അല്ലാത്ത കേസിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്
മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആദ്യം അഡീഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ്റെ തന്നെ റിപ്പീറ്റഡ് പ്രോസസ്സാണ്. റിപ്പീറ്റഡ് അഡീഷനാണ് മൾട്ടിപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. യു ഹാവ് 4 boxes ആൻഡ് ഈച്ച് ബോക്സ് കണ്ടെയ്ൻസ് 3 whistles. ഓക്കെ, 4 ബോക്സ് ഉണ്ട്, ഓരോ ബോക്സിലും 3 whistles ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ നമ്പേഴ്സ് ആവുന്ന സമയത്ത് നമുക്കിത് 4 ബോക്സിൽ 3 whistles. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ബോക്സിൽ 3, സെക്കൻഡ് വണ്ണിൽ 3, തേർഡ് വണ്ണിൽ 3, ഫോർത്ത് വണ്ണിൽ 3. അപ്പോൾ അത് എന്ത് ചെയ്തു? 4 times 3 ആഡ് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തി. അപ്പോൾ അതിനേക്കാളും എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 ബോക്സ് ഉണ്ട്, 4 ബോക്സിൽ ഓരോ ബോക്സിലും 3 whistles. അപ്പോൾ 4 into 3, 4 times 3 വന്നു. അപ്പോൾ 4 into 3 എന്താണ്? 4 times 3 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1 digit നമ്പേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു 2 digit നമ്പർ ആവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് കാണിച്ചിടാം. 22 into 13. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ താഴെയുള്ള 13 ഈ നമ്പർ കൊണ്ടാണ് നമ്മൾ മുകളിലുള്ള നമ്പേഴ്സിന് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ 3 കൊണ്ട് ഈ 2ന് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 3 into 2 6. എഗെയിൻ ഈ 3 കൊണ്ട് തന്നെ അടുത്ത ഈ 2ന് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 3 into 2 എഗെയിൻ 6. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് നമ്മൾ 2 നമ്പേഴ്സിന് ഇൻറ്റു ചെയ്തു. ഇനി അടുത്തത് ഈ 1 ആണ് ഉള്ളത്. ആ 1 കൊണ്ട് ഇനി വീണ്ടും ഈ മുകളിലുള്ള 22ന് ഇൻറ്റു ചെയ്യാൻ പോണ്. അപ്പോൾ 1 into 2 ചെയ്യുന്ന സമയത്ത് 2 തന്നെയാണ് ആൻസർ കിട്ടുക. അത് നമ്മൾ ഇവിടെ ഇതിന് താഴെ എഴുതാൻ പാടില്ല, ഒരു നമ്പർ സ്കിപ്പ് ചെയ്തിട്ട് വേണം അതിന് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 2 വന്നു, 1 into 2 എഗെയിൻ 2 വന്നു. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുക. 6 + 0 6 ആൻസർ, 6 + 2 8. And here 2 only, so answer 2. ആൻസർ 286 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 2 digit നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നമ്പറിനെ നമ്മൾ ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, എക്സാമ്പിളിൽ 20 കുക്കീസ് ഉണ്ട്. ഈ 20 കുക്കീസിനെ 5 ഫ്രണ്ട്സിനെ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈക്വലായിട്ടാണ്, ഒരു നമ്പറിനെ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഡിവിഷനിൽ ചെയ്യുന്നത്. അപ്പോൾ 20 കുക്കീസ് 5 ഫ്രണ്ട്സിന് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 20 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇതിൽ ഈ 20നെ പറയുന്ന പേരാണ് ഡിവിഡൻറ്റ്. ഓക്കെ, ഡിവിഡൻറ്റ്. 20നെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെ പറയുന്ന പേരാണ് ഡിവൈസർ. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസർ, റിസൾട്ട് എന്താണോ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതാണ് കോഷ്യൻ്റ്. ഓക്കെ, ഇതിൽ കോഷ്യൻറ്റിൻ്റെ പൊസിഷൻ ഈ മുകൾ വശത്താണ്. ഓക്കെ, ഈ മുകൾ ഭാഗത്താണ് കോഷ്യൻ്റ് വരിക. ഈ അകത്ത് കിടക്കുന്നത് ഇത് ഡിവിഡൻറ്റ്, ഈ പുറത്ത് കിടക്കുന്ന ഈ 5 ഡിവൈസർ, ഈ മുകളിൽ കിട്ടുന്ന ആൻസർ കോഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്ന സമയത്ത് 20ൽ 5 എത്ര ടൈംസ് പോവും, എത്ര ടൈംസ് ഉണ്ട്, അല്ലെങ്കിൽ 5ൻ്റെ ടേബിളിൽ 20 ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 5ൻ്റെ ടേബിളിൽ 20 ഉണ്ട്, എത്ര ടൈംസാണ് ഉള്ളത്? 4 ടൈംസാണ് ഉള്ളത് അല്ലേ? അപ്പോൾ 4 ടൈംസ് 5 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുക. അപ്പോൾ 4 5s are 20. ആ എത്ര ടൈംസ് 5 ഉണ്ട്, ആ എത്ര ടൈംസ് എന്നുള്ളതാണ് നമ്മൾ കോഷ്യൻറ്റിൻ്റെ പൊസിഷനിൽ എഴുതേണ്ടത്. അപ്പോൾ 4 ടൈംസ് ഉണ്ട്, 4 ടൈംസ് 5 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 20. ദാറ്റ് മീൻസ് 4 into 5 = 20 ആണ്. ഓക്കെ, ആ ആൻസർ നമ്മളിവിടെ വീണ്ടും താഴെ എഴുതുന്നു. ഇനി നമ്മൾ ഈ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 - 0 0, 2 - 2 again 0. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ആൻസർ ഈ താഴെ കിട്ടുന്നതല്ല, ഈ മുകളിൽ കിട്ടുന്ന ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ 4 ആണ് ആൻസർ. ഇതിലുള്ള കോഷ്യൻ്റാണ് നമ്മുടെ ഡിവിഷനിൽ വരുന്ന ആൻസർ. ഈ 0നെ പറയുന്ന, ഈ താഴെ കിട്ടിയിരിക്കുന്ന ഈ മൈനസ് ചെയ്തതിന് ശേഷം കിട്ടിയിരിക്കുന്ന ഈ ആൻസറിനെ പറയുന്ന പേരാണ് റിമൈൻഡർ. ഓക്കെ, റിമൈൻഡർ.
ഇതുപോലെ നമുക്ക് ഏത് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്തിട്ട് ഡിവിഷനിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കോഷ്യൻറ്റിൽ വരുന്ന വാല്യൂ എന്താണോ അതാണ് ഡിവിഷനിലെ ആൻസർ. ഓക്കെ, താങ്ക് യു.